കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. JCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ അനുവദിച്ചതായ കൃപാലുവായ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇങ്ങനെ അവസരം നൽകിയ അഡ്മിന്മാർക്കും കർത്തൃസേവയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്ന് നാം അല്പമായി ചിന്തിക്കുന്നത് അവൻ എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ മുഖാന്തരം സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. അതുകൊണ്ട് അവൻ ആരാകുന്നു എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ, മോശയുടെ പുസ്തകത്തിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്തോത്രം. അപ്പോൾ അവിടെ ആദിയിൽ, സ്തോത്രം, ഇവിടെ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിലായിരുന്നു ദൈവത്തിൻ്റെ വചനം, ആ വചനം ദൈവമാണ് എന്ന് പറയുകയാണ്. 14-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1:14 വായിക്കുന്നു: ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് പറയുകയാണ്. ഇവിടെ പറയുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്നാണ്. സ്തോത്രം. അതുകൊണ്ട് വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ 3 ദൈവങ്ങളുടെ സംഗമമായൊരു ദൈവമല്ല, സ്തോത്രം, എന്നുള്ള കാര്യം നാം മറക്കരുത്. സ്തോത്രം. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായും സകലതും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ആധാരം എന്നുള്ള വാക്ക്, അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. അപ്പോൾ ഈ അവൻ ആരാകുന്നു? ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ അവനാണ്. സ്തോത്രം. വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത്. എബ്രയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു: സ്തോത്രം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിട്ടിപ്പിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ദൃശ്യമായതുമുണ്ട് അദൃശ്യമായതുമുണ്ട്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായും സകലതും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവനാകുന്നു, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ആധാരം എന്നുള്ള വാക്ക്, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. ആരാകുന്നു അവൻ?
കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തു ആകുന്നു സൃഷ്ടാവ് എന്ന് അതിലൂടെ വ്യക്തമാകുന്നു. നമ്മൾ യെശയ്യാ പ്രവചനങ്ങളൊക്കെയും വായിക്കുമ്പോൾ 46 അധ്യായം 5 ആരോട് ഉപമിച്ച് എന്നെ സദൃശ്യമാക്കുമെന്ന് യഹോവ ചോദിക്കുന്നു. സ്തോത്രം. യെശയ്യാ പ്രവചനം 47:8 ഞാൻ മാത്രം, എനിക്ക് തുല്യനായി മറ്റാരുമില്ല. ഇങ്ങനെ പഴയ നിയമം വായിക്കുമ്പോൾ യഹോവയല്ലാതെ ഒരു സൃഷ്ടാവില്ല, അവനാണ് സകലതും സൃഷ്ടിച്ചവൻ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷവും കൊലോസ്യ ലേഖനത്തിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ സകലതും സൃഷ്ടിച്ചത് കർത്താവായ യേശുവാകുന്നു എന്ന്. രണ്ട് സൃഷ്ടാക്കന്മാരില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ രണ്ടും മൂന്നും പേർ സ്തോത്രം സൃഷ്ടികർത്താവായി വരുന്നില്ല. സ്തോത്രം. എന്നാൽ ആത്മാവിനെ സൃഷ്ടിച്ചുവെന്നും മറ്റു ഒരു ഭാഗത്ത് പറയുന്നു. സ്തോത്രം. പ്രിയരെ, എന്നാൽ രണ്ടോ മൂന്നോ സൃഷ്ടാക്കന്മാർ ഇല്ല, ഒരു സൃഷ്ടാവേയുള്ളൂ. അതാണ് ഈ സുവിശേഷത്തിലൂടെ, ലേഖനങ്ങളിലൂടെ നമ്മളെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിലും നാം വായിക്കുന്നത് കർത്താവ് ഒരുവൻ. സ്തോത്രം. പ്രിയരെ, അതുകൊണ്ട് അവൻ ആരാകുന്നു? സൃഷ്ടാവായ കർത്താവാകുന്നു. അവൻ ആരാകുന്നു? വചനമാകുന്നു. ആ വചനം ആരിലായിരുന്നു? ദൈവത്തിൽ തന്നെയായിരുന്നു. ആ വചനം എന്തായിരുന്നു? ദൈവമായിരുന്നു. ആ ദൈവമാണ് വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തത്. അതുകൊണ്ടാണ് പിതാവ് എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. യെശയ്യാപ്രവചനം 42 അധ്യായത്തിലൊക്കെയും സ്തോത്രം യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വയ്ക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവം തന്നെയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് ഇത് ശരിയാണോ എന്ന് നാം ഒന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിൻ്റെ 27-8 വായിക്കുമ്പോൾ 28 വായിക്കുമ്പോൾ പിതാവിനെക്കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല. തൻ്റെ ശിഷ്യന്മാർക്ക് ഗ്രഹിക്കുവാൻ അത് കഴിഞ്ഞില്ല. സ്തോത്രം. ചില കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ, മറഞ്ഞിരുന്ന പല കാര്യങ്ങളുമുണ്ട്. സ്തോത്രം. അന്നുള്ള ജനങ്ങൾക്കും അന്നുള്ളതായിരിക്കുന്ന യെരുശലേമിലുള്ള തൻ്റെ ജനത്തിനും കർത്താവ് പിതാവാകുന്നു എന്നുള്ള കാര്യം ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ പറയുകയാണ്, പിതാവിനെക്കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാനാകുന്നു അവൻ എന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും നിങ്ങൾ അറിയും. അപ്പോൾ പിതാവ് ഉപദേശിച്ച് തന്നതുപോലെ, പിതാവ് സംസാരിച്ച് തന്നതുപോലെ എന്ന് ഇത് സംസാരിക്കുന്നുവെന്ന് നിങ്ങളറിയും. ഇതാരാകുന്നു? ഞാൻ തന്നെയാണ് പിതാവ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം അതിൻ്റെ 9 അധ്യായം 6 വാക്യത്തിൽ നാം വായിക്കുന്നത്, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും എന്ന്, നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്നും യെശയ്യാ 7:14 നമുക്ക് കാണുന്നുണ്ട്. സ്തോത്രം. അവന് ദൈവം നമ്മോടർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടാം. അപ്പോൾ പേർ വിളിക്കും എന്ന് എഴുതിയിരിക്കുകയാണ്. ഇതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ പേർ വിളിക്കപ്പെടും. സ്തോത്രം. വിളിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു. അവൻ നിത്യപിതാവാണ്. ആ സത്യം നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അവൻ തന്നെയാണ് ഞാൻ. ഈ ഞാൻ ആരാകുന്നു? യഹോവയായ ദൈവം തന്നെ. അവൻ മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ
അവൻ വേഷത്തിൽ മനുഷ്യനായി. അവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി അവൻ ദാസരൂപമെടുത്തു. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ പിതാവിലും പിതാവിനിലുമാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ അവൻ ആരാണ്? സ്തോത്രം. ദൈവമാണ്. അവൻ ആരാണ്? അവൻ സൃഷ്ടാവാണ്. സ്തോത്രം. ആ തിരുവചനങ്ങളെ ആസ്പദമാക്കി നമുക്ക് വിലയിരുത്തി പഠിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അവൻ ആരാകുന്നു? അവൻ സകലതും സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോൾ ദൈവത്തെ നമുക്ക് ശരിയായി തിരിച്ചറിയുവാൻ, അതുകൊണ്ടാണ് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാതെ പിതാവിനെക്കുറിച്ചോ പിതാവ് വെളിപ്പെടുത്തി പുത്രനെക്കുറിച്ചോ ആരും അറിയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് അവൻ സൃഷ്ടാവാകുന്നു. അവനാണ് സകലതും സൃഷ്ടിച്ചവൻ. അവൻ യഹോവയാകുന്നു. എന്നാൽ യേശു പറയുകയാണ്, അത് ഞാനാണ്. സ്തോത്രം. ഈ അവകാശവാദങ്ങൾ നമുക്ക് സുവിശേഷത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അത് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അതുകൊണ്ട് പ്രിയരെ, യേശു ക്രിസ്തു തന്നെയാണ് യഹോവയായ ദൈവം. സ്തോത്രം. ഞാൻ ആകുന്നു അവൻ എന്ന്. സ്തോത്രം. ആര്? പിതാവെന്ന്. മലാക്കി 2:10 നിങ്ങൾക്ക് ഒരു പിതാവല്ലോ ഉള്ളത്, സകലതും സൃഷ്ടിച്ച ദൈവമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ ആരാണ്? സ്തോത്രം. ദൈവമാണ്. അവൻ ആരാണ്? അവൻ സ്തോത്രം സൃഷ്ടാവാണ്. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ നമുക്ക് 20-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ, സ്തോത്രം, 1 യോഹന്നാൻ 5:20 സ്തോത്രം നമുക്ക് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, ലേഖനക്കാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, നമുക്ക് വായിക്കാം. സ്തോത്രം. ഈ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. സ്തോത്രം. അവൻ ആരാകുന്നു? സത്യദൈവവും നിത്യജീവനുമാകുന്നു. അവൻ ആരാകുന്നു? സൃഷ്ടാവാകുന്നു. അവൻ ആരാകുന്നു? സത്യദൈവമാകുന്നു. കർത്താവ് അതുകൊണ്ടാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇവിടെ പറയുന്നു, സ്തോത്രം, അവർക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അത് പിതാവാകുന്നു, പിതാവിനെക്കുറിച്ചാകുന്നു എന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാനാകുന്നു എന്നും, സ്തോത്രം, അവർക്ക് ഞാൻ ഹല്ലേലൂയ, സ്തോത്രം, സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും നിങ്ങൾ അറിയും. അതുകൊണ്ടാണ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നാണ് പറയപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മളത് ശരിയായി വ്യക്തമായി അത് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു എന്നാണ്. യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 6, ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ ഞാൻ ആദ്യനും അന്ത്യനും. 2 ആദ്യനും അന്ത്യനും ഇല്ല. ഒരു സ്തോത്രം ആദ്യനും അന്ത്യനുമേ ഉള്ളൂ. അതുകൊണ്ട് ഏകസത്യത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം. വ്യത്യസ്തമായ നിലകളിലാണ് ഏകസത്യ ദൈവത്തെക്കുറിച്ച്
സ്തോത്രം. ലോകം അറിയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ക്രൈസ്തവരിൽ തന്നെ വിവിധമായ വ്യത്യസ്ത ഏകദൈവ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഒരു കൂട്ടർ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് ത്രിയേക ദൈവമെന്ന്. സ്തോത്രം. എന്നാൽ ദൈവവചനം അങ്ങനെ പറയുന്നില്ല. സ്തോത്രം. ഏക സത്യ ദൈവം എന്ത് എന്ന് ശരിയായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. പ്രിയരെ, അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? അവൻ ആദ്യനും അന്ത്യനുമാണ്. യെശയ്യാ പ്രവചനത്തിൽ അത് പറയുന്നു: യഹോവയായ ഞാൻ ആദ്യനും അന്ത്യനുമാണ്. സ്തോത്രം. അതുകൊണ്ട് വെളിപ്പാടിൻ്റെ 22:13 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. പ്രിയരെ, നമുക്ക് തെറ്റ് പറ്റരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ മുഖാന്തര സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവൻ സൃഷ്ടാവാണ്. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് സന്ധിമഞ്ചകളെ വേർപിരിക്കും വരെ തുളച്ചു ചിലതാണ്. ഹൃദയങ്ങളിലെ ഭാവങ്ങളെ വിവേചിക്കുന്നതാണ്. നമ്മളെ ദൈവവചനം രൂപാന്തരപ്പെടുത്തുന്നതാണ്. അത് സത്യത്തിലേക്ക് വഴി നടത്തുന്നതാണ്. അതുകൊണ്ട് ആ വചനം ദൈവമാണ്. അതാരിലായിരുന്നു? ദൈവത്തിലായിരുന്നു. അതുകൊണ്ട് 3 പ്രാവശ്യമോടെ വചനം എന്ന് പറയുന്നത് പോലെ പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യമൊക്കെയും പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 3 ദൈവങ്ങൾക്കുള്ളതായ സ്തോത്രം മഹത്വത്തെക്കുറിച്ച് പറയുവാൻ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ല. ഒരു ദൈവമേയുള്ളൂ. ആ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. ആ സൃഷ്ടാവായ ദൈവം തന്നെയാണ് മാനവജാതികളുടെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകുവാൻ വേഷത്തിൽ മനുഷ്യനായി കാൽവറി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി നൽകിയത്. അതുകൊണ്ട് ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് നിങ്ങൾ അറിയും. ഈ അറിവ് പ്രാപിച്ചത് കൊണ്ടാണ് അപ്പോസ്തലന്മാർ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം, എൻ്റെ ആത്മാവ് അവരുടെ മേൽ പകരുമെന്നാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അത് യഹോവയുടെ ആത്മാവ് തന്നെയാണ്. സ്തോത്രം. ആ യഹോവയുടെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് യഥാർത്ഥമായി വെളിപ്പെട്ടപ്പോഴാണ് അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിയത്. അത് കർത്താവായ യേശു ക്രിസ്തു അത്രേ. ഈ സത്യമാണ് നമുക്ക് വെളിപ്പെടേണ്ടത്. അതുകൊണ്ടാണ് 2:38 സ്തോത്രം പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. യേശുക്രിസ്തു തന്നെയാണ് ഏകസത്യ ദൈവം. അവിടെ അതാണ് യോഹന്നാൻ പറഞ്ഞത്. സ്തോത്രം. എന്താണ്? ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ എന്താണ്? നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും
നിത്യജീവനുമാകുന്നു. തുടർന്ന് നമുക്ക് സ്തോത്രം ആ 1-ാം അധ്യായം അതിൽ നമുക്ക് ഓരോന്നായി നമുക്ക് പഠിക്കാം. ദൈവം നമ്മളെ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്തോത്രം അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മെ എല്ലാവരെയും കൃപാലുവായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗോഡ് ബ്ലെസ് യു.